ഹലോ നമസ്കാരം. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവർ, ഞാൻ ഇടവേള റാഫിയാണ്. വളരെ വേദനാജനകമായ രീതിയിലുള്ള ഒരു കാര്യം പങ്കുവെക്കാമെന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിരന്തരം കണ്ടും കേട്ടും അറിഞ്ഞുമിരിക്കുന്നവരാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഒഴിവാക്കണമെന്നാണ് എൻ്റെയും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരുപാട് മനുഷ്യരുടെയും ആവശ്യം, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു, പുതിയങ്ങാടി നേർച്ച. ആ സമയത്ത് ഒരാന കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനെ ജീവനെടുക്കുകയും നിരവധി ആൾക്ക് പരിക്ക് പറ്റുകയും കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസം കൂറ്റനാട് നേർച്ചയിലെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യനെ യാതൊരു പ്രതീക്ഷയില്ലാതെ ചിലപ്പോൾ ഉത്സവം കാണാനോ നേർച്ച കാണാനോ ആഘോഷങ്ങൾ കാണാനോ പോയ മനുഷ്യനെ പച്ചക്കെട്ടിട്ട് ആന കുത്തുകയും ചവിട്ടുകയും കൊമ്പിനടെ ചുറ്റി വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ വേദനാജനകമാണ്. നമുക്ക് ആഘോഷങ്ങൾ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പം ഞാൻ കലാകാരനാണ്, ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഓഫ് സ്റ്റേജ് കലാകാരന്മാരുണ്ട്, അതായത് സ്റ്റേജിൽ അല്ലാതെ വാദ്യമേളകൾ ചെയ്യുന്ന ആൾക്കാർ, പഞ്ചവാദ്യം, ശിങ്കാരമേളം, അതുപോലെ നാസിക് ഡോൾ, നൃത്തനൃത്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സംഗീത സംവിധായകർ, അങ്ങനെ പല മേഖലയിലുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. സ്റ്റേജ് ആർട്ടിസ്റ്റാണ് ഞാൻ സ്റ്റേജിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാം. സ്റ്റേജ് പ്രോഗ്രാമുകൾ രാത്രി 10 മണിക്ക് നിർത്തണം എന്ന് പറയുമ്പോൾ ആ സ്റ്റേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സൗണ്ടിൻ്റെ ആൾക്കാർ, സ്റ്റേജിൻ്റെ ആൾക്കാർ, അതിൻ്റെ വണ്ടിയുടെ ആൾക്കാർ, ജനറേറ്റർ, അതും പിന്നെ സ്റ്റേജിൽ കളിക്കുന്ന ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ഒരു സ്റ്റേജിൽ മെഗാ ഷോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്തൊരു മെഗാ ഷോ ഉണ്ട്. ട്രൂപ്പിൻ്റെ പേര് മലബാർ നർമ്മകല എന്നാണ്. ഈ ട്രൂപ്പിൽ ഞങ്ങൾ ഏകദേശം ഒരു 18-19 ആർട്ടിസ്റ്റുകൾ ഇന്ന് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. കുറച്ച് ഞങ്ങൾ പ്രോഗ്രാം പുറപ്പെടും. 18-20 ആർട്ടിസ്റ്റുകളുണ്ട്. ഈ 18-20 ആർട്ടിസ്റ്റുകൾ കിട്ടുന്ന പൈസ വീട്ടിൽ കൊടുക്കുമ്പോൾ ഓരോ വീട്ടിൽ മിനിമം 4 ആളെ വെച്ച് പിടിച്ചോളും. എത്ര പേരുണ്ടാവും? അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ഉപാധിയിൽ കിട്ടുമ്പോൾ രാത്രി 10 മണിക്ക് പ്രോഗ്രാം നിർത്താൻ കർശനമാണെന്ന് പറയുന്ന സംഭവം വളരെ വേദനാജനകമാണ്. ഒന്നാമത് ആനയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ആനപ്രേമികൾ എന്ന് പറഞ്ഞ സംഭവം ആളുകളുണ്ട്. ഞാൻ അവരോട് എതിർപ്പെടാൻ പറയാം. അവർക്ക് ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, ബഹുമാനിക്കുന്നവരൊക്കെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ആനപ്രേമികളുണ്ട്. ഏതെങ്കിലും ഒരു ആനപ്രേമി ഈ മരണപ്പെട്ട ആൾക്ക് 50 പൈസ ഞങ്ങൾ ആനപ്രേമി അസോസിയേഷൻ വകയാണ്, ഞങ്ങൾ ആനപ്രേമിയുടെ ആൾക്കാരെ വകയെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ എൻ്റെ ചരിത്രത്തിലില്ല കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. ആനകളൊക്കെ ഇഷ്ടമാണ്. ഈ ആനയുടെ സ്വഭാവം എന്താ വെച്ചാൽ ആനകൾ കാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ്. ആനകൾ നമ്മൾ സാധാരണ ഇപ്പോൾ വയനാടോ കൊടകിലോ അല്ലെങ്കിൽ ഹൈറേഞ്ച് സ്ഥലങ്ങളിലോ മൂന്നാറിലോ അവിടെ ആന ഉപദ്രവം ഉണ്ട് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ആന ഇറങ്ങി ചവിട്ടിക്കൊന്നു, ആന എന്താ പറയുക ടേപ്പൻ തൊഴിലാളിയെ ചീറ്റിക്കൊന്നു അല്ലെങ്കിൽ കുത്തിക്കൊന്നു ഒക്കെ നിരന്തരം കേൾക്കുന്നതാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനനെ നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടെന്ന് എനിക്ക് അനുഭവമില്ല. പറഞ്ഞു കേട്ട എൻ്റെ ഫാദറൊക്കെ പറഞ്ഞു കേട്ട അനുഭവമുണ്ട്. ആനയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന നാട്ടിലിറങ്ങി നമ്മൾ ഈ തകടപ്പാട്ടുണ്ട് പാട്ട, ഈ അതായത് ഓയിൽ കൊണ്ടിരുന്ന പാട്ട, അതായത് ചെറിയ ഒരു ബോക്സ്, എന്താ പറയുക ഡ്രമ്മ്, ആ ഡ്രമ്മിൻ്റെ മുകളിൽ ഒരു മരം വെച്ച് ഒച്ചപ്പെടുത്തി കഴിഞ്ഞാൽ, ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ടിട്ട് ആനകൾ സാധാരണ പിൻവലിഞ്ഞ് കാട്ടിലേക്ക് തന്നെ കയറി പോകുന്നതാണ് പറയുന്നത്. അനുഭവമില്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയാണ്. ഐ മീൻ ഈ എന്താ പറയുക ഈ സൗണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. അവർക്ക് ഇത്ര ഡിസിപ്ലിൻ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സഹിക്കാൻ പറ്റാത്ത സൗണ്ടിൻ്റെ സിസ്റ്റം അറിയില്ല, സഹിക്കാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഉത്സവമാണെങ്കിലും നേർച്ചയാണെങ്കിലും മറ്റെന്ത് ആഘോഷ പരിപാടിക്കും ഒരു 4-5 ആൾ ആനയുടെ പുറത്തുണ്ടാവും. എന്നിട്ടറിയാം ഈ നെറ്റിപ്പട്ടുന്ന സാധനം ഈ ഒരു എന്താ പറയുക ഒരു ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്റ്റീലാണോ അലുമിനിയാണോ അത് പിത്തള ഇതുണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല. എന്നാൽ പോലെ അത് ലോഹമാണ്. ആ ലോഹം ഡിസൈൻ ചെയ്ത സാധനം വരെ ഓരോന്നും ഇങ്ങനെ കടുപ്പിച്ച് സാധനങ്ങൾ അത് നെറ്റിപ്പട്ടത്തിൽ കെട്ടി കൊടുക്കുക. മൂർത്താവ് ചൂടാവുകയാണ്. ഈ ആനയുടെ മൂർത്താവിൻ്റെ ഭാഗം ചൂടാവിട്ട് അവിടുത്തെ ഒരു പ്രശ്നം കയറി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് തകരപ്പാട്ട കൂട്ടിയിട്ട് പേടിപ്പെടുത്തിയിട്ടാണ് ആനകൾ കാട്ടിലേക്ക് തിരിച്ചു വിടുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ നാസിക് ഡോൾ, ചെണ്ട, ബാൻഡ് കിട്ടും, ബൂം 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 അലമ്പ് സൗണ്ടുകൾ, താളാത്മക സൗണ്ട് തന്നെയാണ്. പക്ഷെ അത് ആനക്ക് ഇറിറ്റേഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഈ ഒച്ചപ്പാട് ചെറിയ ഒച്ച കേട്ടാൽ കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആന ഇത്രയും ഭീകരമായ സൗണ്ടിന് അതിന് പറഞ്ഞപ്പോൾ ചില അമ്പലങ്ങളിൽ നിർച്ചക്കൊക്കെ DJ സിസ്റ്റം ഉണ്ട്. ഭയങ്കര ഒച്ചയ്ക്ക് പാട്ട് വെച്ചിട്ട് DJ പിള്ളേർ കളിക്കുന്നു. ഇപ്പോഴത്തെ ആഘോഷം അങ്ങനെയാണ്. പണ്ടത്തെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊരു ആഘോഷ പരിപാടി ആയിക്കോട്ടെ. ആ നാട്ടിൽ അന്നത്തെ ചെറുപ്പക്കാരാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത്. അവരുടെ ആഘോഷം എന്ന് പറയുന്നത് ആ കലാപരമായി വരുന്ന ആർട്ടിസ്റ്റുകൾ പ്രോഗ്രാം, നാടകവും മിമിക്സോ ഗാനമേള, ഒപ്പന, നൃത്തനൃത്യങ്ങളോ, അതുപോലെ ചാക്യാരക്കൂത്ത്, ഓട്ടംതുള്ളലോ, കഥകളി എന്തായിക്കോട്ടെ ആ നാട്ടിൽ അന്നത്തെ യുവാക്കളാണ് സ്റ്റേജ് പ്രോഗ്രാം സെറ്റ് ചെയ്യുക. ഒരു 10-15 മണിക്ക് പ്രോഗ്രാം തുടങ്ങി, വാദ്യമേളകളൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങി 2 മണിക്കൂർ പ്രോഗ്രാം ആസ്വദിച്ച് പായും കല്യാണം കേട്ടിട്ട് വീട്ടിൽ നിരന്നിരുന്ന് ആസ്വദിക്കുന്ന നല്ല വസന്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ യൂത്തന്മാർ ആഘോഷം വെച്ചാൽ കുറേ ഒച്ചയുള്ള സാധനങ്ങൾ കൊട്ടിട്ട് ഭയങ്കര ഒച്ച,
ഫ്രണ്ടിൽ കളി ചാടി കളിക്കുക കഴിഞ്ഞാൽ ആഘോഷം കഴിഞ്ഞു. ഒരു 7 മണി 7:30 അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി ആഘോഷം കഴിഞ്ഞു. സ്റ്റേജ് പ്രോഗ്രാം കാണാൻ ഇപ്പോൾ ആളുകൾ വളരെ കുറവാണ്. ഉള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നില്ല. ഈ ആനയെ പറ്റി എനിക്ക് വലിയ എതിർപ്പുണ്ട്, ശക്തമായ എതിർപ്പ് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം അപ്പുറത്തെ റൂമിലൊക്കെ അവർ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലെടുത്ത് വിടുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനത്തെ സംഭവം, എന്തിനാണ് ഈ ആന, എന്തിനാണ്? ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ആനകൾക്ക് നമുക്കറിയാം ആന കാട്ടിൽ പോകുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ആഘോഷത്തിന് പുലിയെ കൊണ്ടുവരാത്തെന്താ? അതിൽ സിംഹത്തിനെ കൊണ്ടുവരും, അതല്ലെങ്കിൽ ഒരു വേറെ എന്തിനെ കൊണ്ടുവരും. അതൊക്കെ കാട്ടിൽ വീഴുന്ന ജീവികളല്ലേ. അതിൻ്റെ ഐതിഹ്യ വിശ്വാസങ്ങളൊന്നും ഞാൻ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. അതൊക്കെ നല്ലതിനാണ്, എൻ്റെ കയ്യിൽ വൈക്ക് പോയിക്കോട്ടെ. പക്ഷേ ഇവറ്റങ്ങൾ ദ്രോഹിക്കരുത്. ഒരു ആനയാണ്. അപ്പം ഞാൻ പല നേർച്ചക്കും പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു നേർച്ച എടുത്ത് പറയുന്നില്ല, പല നേർച്ച പ്രോഗ്രാമൊക്കെ ഞാൻ കാണുന്നതാണ്. ആനപ്പുറത്ത് കയറാൻ വേണ്ടി നേർച്ചാണെങ്കിലും ഉത്സവമാണെങ്കിലും ആനപ്പുറത്ത് കയറാൻ ലേലമണിയാണ്. ഫ്രണ്ടിൽ ഇരിക്കുക എത്ര രൂപ, സെക്കൻഡിൽ ഇരിക്കുക എത്ര രൂപ, അങ്ങനെ 10-11 ആൾക്കാർ ആനപ്പുറത്തുണ്ടാവും. ആനത്തിങ്ങനെ ഭയങ്കര, എന്നിട്ട് ആന നടക്കലെങ്ങനെ, ആന ചെറുതായിട്ടൊരു മെൻ്റലി പ്രോബ്ലം കുഴപ്പമുണ്ടാക്കുന്ന ആനയാണെങ്കിൽ ആന 2 കാലും കയ്യൊക്കെ ഒക്കെ ആന ഇങ്ങനെ നടക്കുക. കറക്റ്റ് ഒന്ന് ആയാസം നടക്കാൻ പോലും അതിന് സ്വാതന്ത്ര്യമില്ല. പിന്നെ അതിന് പ്രഷർ കയറാണ്ടിരിക്കുമോ, പിന്നെ അത് പ്രതികരിക്കാണ്ടിരിക്കുമോ? അതിന് ഇറിറ്റേഷനായിട്ട് കൊണ്ടാണ് അതിന് തലക്ക് നമ്മൾ തലക്ക് ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യും? ഒന്ന് കുറേ ആൾക്കാർ ചീത്ത പറയും, അത് കവുന്നിടും, നമ്മൾ കുറേ കിടന്ന് കരയും. അങ്ങനെ മനുഷ്യർക്ക് പല പ്രകൃതമായ സ്വയം മനുഷ്യൻ്റെ വയലുണ്ടാവും. ആ മനുഷ്യനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുള്ള ആളാണ് ആന എന്ന് പറയുന്നത്, ആ ജീവിയാണ് ആന എന്ന് പറയുന്നത്. പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഇതിനകത്ത് എന്ത് കമൻറ്റ് ഇട്ടാൽ എനിക്ക് യാതൊരു വിരോധമില്ല, സ്നേഹമുള്ള കമൻറ്റ്. നിങ്ങൾ ആന ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും നേർച്ചകൾക്കും ആനയെ വേണമെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ട്, വേണ്ടെങ്കിൽ കൃത്യമായിട്ട് മറുപടി നിങ്ങൾ ആൻസർ ഇട്ടേങ്ങനെ സ്നേഹത്തോടു കൂടി. ഞാൻ ഈ വീഡിയോ കാണാൻ വയ്യ. അപ്പോൾ ഞാൻ റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോർ എന്ന സംഘടനയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. നിരവധി അപകടങ്ങൾ, നമുക്ക് അപകടങ്ങളാണ്. ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ് എന്നാണ് ആ സംഘടനയുടെ ഒരു മുദ്രാവാക്യം. ചില നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കാം, ചിലപ്പോൾ വേറെ വണ്ടിയിൽ മേലെ ഇടിക്കാം, അല്ലെങ്കിൽ ഉറക്കത്തിലിടിക്കാം. അതൊക്കെ അപകടം സംഭവിക്കുന്നതാണ്. നമ്മൾ വിളിച്ചു വരുത്തിയ അപകടങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ആരെയും ഉയർത്താനോ താഴ്ത്താനോ ജാതികരമായിട്ടോ മറ്റു രീതിയിലൊന്നും പറഞ്ഞതില്ല. എൻ്റെ മനസ്സിലെ അഭിപ്രായം തുറന്ന് പറഞ്ഞതാണ്. സ്നേഹത്തോടു കൂടി നിങ്ങളാണ് എൻ്റെ എപ്പോഴും നിങ്ങളെന്നെ വിജയിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും. പ്രോഗ്രാമാണെങ്കിലും സീരിയലാണെങ്കിലും സ്റ്റേജ് ഷോ ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഒക്കെ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. നിങ്ങളെൻ്റെ കൂടെ വേണം, നിങ്ങളെനിക്ക് കരുത്തുള്ളൂ. എനിക്ക് മനസ്സിൽ ഇപ്പം തന്നെ കൂറ്റാണ്ട് ഉണ്ടായ സംഭവത്തിൽ ആരുടെ ഇത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഈ പച്ച മനുഷ്യനിട്ടിട്ട് എറിഞ്ഞിട്ടും ആന ചവിട്ടണം, ആന പ്രതികരിക്കും, ഇഷ്ടംപോലെ നാശനഷ്ടങ്ങൾ, അങ്ങനെ എന്തോരം സംഭവങ്ങൾ. വെടിക്കെട്ടിൻ്റെ കഥ വേറെ, വെടിക്കെട്ട് ആഘോഷങ്ങൾ, വെടിക്കമ്പക്കാർ വേറെ ഉണ്ട്. അതും ആപത്ത് തന്നെയാണ്. ഈ ഫാൻസി സാധനങ്ങളെ പൊട്ടിക്കാം, ഒരു കൗതുകത്തിന് വേണ്ടി രസനെ പൊട്ടിച്ചോട്ടെ. മനുഷ്യരെ കൊല്ലുന്ന രീതിയിൽ അത്തരം അപകടങ്ങൾ ആഘോഷങ്ങൾ കുറയ്ക്കാൻ മാത്രം പറയാനുള്ളൂ. വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം ഇടവേള റാഫി. താങ്ക് യു, ബൈ.